ഹായ്, വെൽക്കം ടു ഡീക്ലട്ടറിങ് മൈസെൽഫ്. ഇന്ന് നമുക്ക് 2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ PSC ഉദ്യോഗാർത്ഥികൾക്ക് ആവശ്യമായ കുറച്ച് വിവരങ്ങൾ നോക്കാം. അപ്പോൾ അതിൽ ഇനി പ്രധാനപ്പെട്ടത് ഇനി വരുന്ന എക്സാംസിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ് ഈ ഒരു ഇലക്ഷൻ നടന്ന ദിവസം എന്നാണ്. ഏപ്രിൽ 9 2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നത്. അതുപോലെ തന്നെ മെയ് 4 ഇതിൻ്റെ ഫലപ്രഖ്യാപനം അഥവാ റിസൾട്ട് വന്നത്. അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ് ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരായിരുന്നു എന്നുള്ളത്. രത്തൻ യു ഖേൽക്കർ ആയിരുന്നു 2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ ചീഫ് ഇലക്ടറൽ ഓഫീസർ. അപ്പോൾ അത് പറയുമ്പം മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. വളരെ സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യനാണ്, പക്ഷേ തെറ്റിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഈ കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണോ അതോ സെൻട്രൽ ഇലക്ഷൻ കമ്മീഷനാണോ എന്നുള്ളത് ഉറപ്പായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ക്വസ്റ്റ്യനാണ്. കേരള നിയമസഭയാണെന്ന് കണ്ടത് കൊണ്ട് നമ്മൾ ഒരിക്കലും സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണെന്ന് വിചാരിക്കരുത്. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനാണ് നിയമസഭാ തിരഞ്ഞെടുപ്പുകളും പ്രധാനമന്ത്രി അതായത് ലോകസഭ, രാജ്യസഭ, അതുപോലെ തന്നെ പ്രസിഡന്റ് ഇലക്ഷൻസൊക്കെ നടത്തുന്നത്. എന്നാൽ അതേസമയം സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻസ് ആണ് നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷൻ, മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഇലക്ഷൻസൊക്കെ നടത്തുന്നതെന്നുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കുക. ഇനി നമ്മൾ അറിയേണ്ട കാര്യമാണ് എത്ര സീറ്റാണ് ഓരോ പാർട്ടിക്കും കിട്ടിയെന്നുള്ളത്. അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് നമ്മുടെ UDF 102 സീറ്റും, UDF ആണ് വിൻ ചെയ്തതെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ UDF 102 സീറ്റും, LDF 35 സീറ്റും, NDAക്ക് അഥവാ BJPക്ക് 3 സീറ്റുമാണ് ഈ ഒരു കേരള നിയമസഭാ ഇലക്ഷനിൽ കിട്ടിയിട്ടുള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ച വ്യക്തിയാണ് PK കുഞ്ഞാലിക്കുട്ടി. അദ്ദേഹം മലപ്പുറം മണ്ഡലത്തിൽ നിന്നാണ് ജയിച്ചത്. അതുപോലെ തന്നെ 85,327 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടെയാണ് അദ്ദേഹം ജയിക്കുന്നത്. അത് ആ ഒരു ഭൂരിപക്ഷം എന്ന് പറയുന്നത് നമ്മുടെ 2021 ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയ KK ശൈലജ ടീച്ചറിൻ്റെ, അതായത് മട്ടന്നൂർ മണ്ഡലത്തിൽ നിന്ന് 60,000-ൽ പരം വോട്ടുകളോടെ ഭൂരിപക്ഷം നേടി ജയിച്ച KK ശൈലജ ടീച്ചറിന് അന്ന് കിട്ടിയ ഭൂരിപക്ഷത്തിനേക്കാൾ ആ ഒരു റെക്കോർഡ് തകർത്തുകൊണ്ടാണ് ഇത്തവണ PK കുഞ്ഞാലിക്കുട്ടി മലപ്പുറം മണ്ഡലത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തോടെ നമ്മുടെ നിയമസഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ടതെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അടുത്തത് നമ്മുടെ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം ലഭിച്ചത് ആർക്കാണെന്നാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ അതായത് കഴിഞ്ഞ ടീമിലല്ല, അതിന് മുന്നത്തെ ടീമിലെ നമ്മുടെ വിദ്യാഭ്യാസ മിനിസ്റ്ററായിട്ടുണ്ടായിരുന്ന പ്രൊഫസർ C രവീന്ദ്രനാഥിനാണ് മണലൂർ മണ്ഡലത്തിൽ നിന്ന് വെറും 126 വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെയാണ് അദ്ദേഹം ജയിച്ചത്. അതാണ് ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രായം കൂടിയ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ മുൻ CM ആയിട്ടുണ്ടായിരുന്ന പിണറായി വിജയനാണ്. ധർമ്മടം മണ്ഡലത്തിൽ നിന്നാണ്. അതുപോലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയെ നമ്മൾ ഓർത്തിരിക്കണം. അത് AD തോമസ് ആണ്. അദ്ദേഹം ആലപ്പുഴ മണ്ഡലത്തിൽ നിന്നാണ് ജയിച്ചത്. ഇത്തവണ BJPക്ക് വളരെ നല്ലൊരു വർഷമായിരുന്നല്ലേ. കാരണം 3 സീറ്റൊക്കെ BJP നേടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ആ 3 സീറ്റുകളിൽ വിജയിച്ചത് ആരാണെന്നും കൂടെ നോക്കിയിട്ട് ഈ ഒരു സെഷൻ അവസാനിപ്പിക്കാം. ആദ്യത്തെ വ്യക്തി നമ്മുടെ നേമം മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച രാജീവ് ചന്ദ്രശേഖറാണ് BJPക്ക് വേണ്ടി 1 വോട്ട് നേടിയത്. അടുത്തത് കഴക്കൂട്ടം മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച V മുരളീധരനാണ് മറ്റൊരു സീറ്റ് BJPക്ക് വേണ്ടി നേടിയത്. ആൻഡ് അവസാനമായി ചാത്തന്നൂർ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച BV ഗോപകുമാറാണ് മറ്റൊരു സീറ്റ് BJPക്ക് വേണ്ടി നേടിയത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കേരള നിയമസഭാ ഇലക്ഷൻ 2026 പ്രധാനപ്പെട്ട വിവരങ്ങൾ. ഈ വിവരങ്ങളൊക്കെ ഒന്ന് നോക്കി ഒന്ന് റിവൈസ് ചെയ്ത് അടുത്ത എക്സാംസിന് പോവുക. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. അതുപോലെ തന്നെ ഇനി മന്ത്രിസഭ രൂപീകരിക്കുമ്പം നമുക്ക് ആ ഒരു വീഡിയോയും ചെയ്യാം. മറ്റ് പ്രധാനപ്പെട്ട ഡീറ്റെയിൽസൊക്കെ വെച്ച് ഇനിയും പുതിയ വീഡിയോസ് ഞാൻ ചെയ്യുന്നതായിരിക്കും. അതൊക്കെ കാണാനും അറിയാനും പഠിക്കാനും താല്പര്യമുള്ളവർ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.